ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കക്കാടംപുഴയിലാണ്. ഒരു തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളന്ന് വീഡിയോ ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. നല്ല മഴയും കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ അന്ന് രാവിലെയാണ്, ഒരു ഞായറാഴ്ച രാവിലെയാണ്, 8 മണിയായിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മേലെ എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് കുരിശുമല കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അവിടേക്ക് നമ്മൾ കയറിയിട്ടില്ല, നമ്മൾ വേറെ ഈ സൈഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഉയർന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. പല മേഖലകളിൽ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി മേലെ കയറി പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം, ഒരു ചെറിയൊരു ലെയർ പോലെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കത് ആ വിസിബിലിറ്റി പൂർണ്ണമായിട്ടും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം, നമുക്ക് എന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവുന്നില്ല. പക്ഷേ അത് സൂര്യൻ ഉദിച്ചു വരുന്നതും ആ സൈഡിലെ കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കുരിശുമല. ആക്ച്വലി നമ്മൾ അവിടെ പോയില്ല, നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇപ്പോൾ കാണുമ്പോൾ നോക്കും ആ മലകളിലൊക്കെ കയറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷേ അണ്ടർ ഫോറസ്റ്റാണ്, നേരെ ജയിലിൽ പോയി കിടക്കുക. അപ്പോൾ അങ്ങനത്തെ സാഹസികം ചെയ്യാൻ വേണ്ടി മുതിരരുത്, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം. സോ എല്ലാവർക്കും ഓട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുള്ളുകൾ നല്ലോണം ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലല്ലോ, വലിയ കുത്തനല്ല കയറ്റാണ്. നമ്മളപ്പോൾ അത്രയും ദൂരം കയറി വന്നു. ഇത് കാണുന്നുണ്ടോ, ഇങ്ങനൊരു കുത്തനെയുള്ളൊരു ഇറക്കാണത്. പക്ഷേ നമ്മളിപ്പോൾ അവരെയും കാട്ടിലും ഉയരത്താണ് നിൽക്കുന്നത്. ഒരു ഹൈക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴാണ്. ഇപ്പോൾ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും, പക്ഷെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ആ ഗ്രിപ്പ് കിട്ടിക്കോളണം. കാരണം അത്രക്കും നൈസ് പൊട്ടി മാതിരി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. പക്ഷേ ആഫ്റ്റർ ഓൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ്, രസമാണ്. അതാണുള്ള ഹൈക്കിങ്. കാരണം ഞായറാഴ്ചയാണ്, വെറുതെ പെരയിരുന്ന് കിടക്കാനൊക്കെ പറ്റി, കിടന്നാലൊക്കെ മതി. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊക്കെ ലിസ്റ്റിലെ സ്ഥലങ്ങളാണ്. പിന്നെ അടുത്ത ചെമ്പ്രമല കയറണം. ആ മലയൊക്കെ കയറാൻ നല്ല പൂതിയൊക്കെ ഉണ്ട്, പക്ഷേ അണ്ടർ ഫോറസ്റ്റ് ആയതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇന്നിപ്പോൾ നമ്മൾ ഒരു മഞ്ഞുകാലത്താണ് വരുന്നത്. പിന്നെ അവിടെയൊക്കെ ചെറിയൊരു മലകൾ കണ്ട, അതൊക്കെ പശ്ചിമഘട്ട മലനിരകളുടെ ബാക്കിയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു വേനൽക്കാലത്ത് വരണം, അതേപോലെ ഒരു മഴക്കാലത്തും വരണം. ഏതൊരു സ്ഥലമാണെങ്കിലും നമ്മൾ 3 ക്ലൈമറ്റിലും കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആ സ്ഥലം എന്താണെന്നല്ലേ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ആ തല വരെ എത്തണം. നമ്മൾ അവനെക്കാട്ടിലും ഉയരെ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ മലകൾ ചെറിയൊരു നേല് പോലെ കാണുന്നുണ്ട്. മഞ്ഞ്
ഉണ്ട് ഓൾറെഡി. നമ്മൾ കയറി വരുമ്പോൾ ഈ സൈഡിലൊക്കെ മഞ്ഞ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. പക്ഷേ പ്രശ്നം കണ്ടോ, അവിടെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊരു ടാസ്ക്കാണ് ഈ കയറ്റം. നല്ലൊരു വ്യൂ ഇട്ടിട്ടുണ്ട്. ഇവിടെ കൂടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ലുക്ക് അറ്റ് ദ വ്യൂ, ജസ്റ്റ് അമേസിങ്. അതൊക്കെ കാണാനല്ലേ, വരിക, കാണുക, പോവുക. പക്ഷേ ഇടങ്ങാറൊന്നും ഉണ്ടാക്കരുത്. കയറ്റോ സാറല്ലേ? ക്ലൈമറ്റാണ്. അങ്ങനെ സൂര്യൻ വരുന്നുള്ളൂ. അവിടെയൊക്കെ കാണാൻ ചെറിയൊരു നീല വരച്ച് വെച്ചതുപോലെ നമ്മുടെ മലകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. സി ആ സൈഡിലേക്കൊക്കെ ഉണ്ട്. ഉണ്ടോ, അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ കാണുന്ന ഈ ഒരു വരകളുണ്ടല്ലോ, അതാണ് അവിടുത്തെ മെയിൻ രസമായിട്ട് എനിക്ക് തോന്നിയത്. കുറേ പേര് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരും പറയുന്നതാണ്, നമ്മൾ വെറുതെ കടന്നുറങ്ങല്ലാതെ നമ്മളിഷ്ടത്തിന് നമ്മുടെ സന്തോഷങ്ങൾ കാര്യങ്ങളൊക്കെ അത് പോവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ആകെ ഞായറാഴ്ച ലീവ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ 6 ദിവസത്തെ വർക്കിന് ശേഷം നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ യാത്രകൾ നടക്കുക. പ്രകൃതി ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചതല്ലേ, അത് പോയി കാണുക. അതൊക്കെ തന്നെയല്ലേ ലൈഫ്. പക്ഷെ എന്തായാലും ആ ഒരു നീല കളർ ആംബിയൻസ്, അതിൽ ആ ഒരു മലകൾ, ചെറിയ കോടകൾ പോകുന്നുണ്ട്, അത് കാണുന്ന രസം വേറെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള നല്ലൊരു ഹൈറ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു കുരിശുമല. ഇവിടെ ഒരു കുരിശുണ്ടായിരുന്നല്ലോ, അവിടെ പോയി അത് കാണുന്നതാണ് കുരിശുമല. ഓക്കെ. ഇവിടെ അതുമാത്രമല്ല, ഇഷ്ടപ്പെട്ടതാ ഈ കാണുന്നതൊക്കെ ഒരു നീല പോലെ കാണുന്നതൊക്കെ മലകളാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടുന്ന് ഒരു 360 ഡിഗ്രി നമുക്ക് ഇവിടെ വിഷ്വൽസ് ഉണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഒരു 360 ഡിഗ്രി ഞാൻ കാണിച്ചു തരാം. ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. അത് 3 ക്ലൈമറ്റിൽ കാണണം. ഇതിപ്പോൾ ഒരു മഞ്ഞുകാലമാണ്, നല്ലൊരു വേനൽക്കാലത്ത് വരണം, അതുപോലെ തന്നെ നല്ലൊരു മഴക്കാലത്തും വരണം. പക്ഷേ മഴക്കാലത്ത് ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്. കാരണം അന്ന് നമ്മൾ വന്നന്ന് നല്ല ഇടിമയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. മലകളൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ. നമ്മൾ ഇവിടെ വല്ലാതെ തോന്നുന്നുണ്ട്. അയ്യോ ഇപ്പം തന്നെ വേണേ. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്താ അറിയോ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി എന്തായാലും താഴത്തുണ്ടാവും, അത് പ്രശ്നമല്ല. പക്ഷെ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് സിഗരറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടും. അതാണ് നമ്മളെ നാട്. അവിടെ എത്ര പറഞ്ഞിട്ടും കാരണം അതുണ്ടോ വെള്ളത്തിൻ്റെ കേസിൻ്റെ അതാണ് കൊണ്ടുവന്നിട്ട്. കള്ളം കുപ്പിയുണ്ട് ഇപ്പോൾ സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. ഒരു മാനേഴ്സ് ഒന്നുമില്ലാത്ത ടീംസാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ പറയണില്ല, നമുക്കിപ്പോൾ കൂടുതൽ വിസിബിലിറ്റീസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ലേ. വരിക, കാണുക, പോകുക, നശിപ്പിക്കാൻ നിൽക്കരുത്. കേട്ടോ അവിടെ അങ്ങനെ ആ ഒരു ലെയേഴ്സായിട്ട് മലകൾ. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ വിഷ്വൽസ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ കോയ തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടി കാര്യം നമുക്കൊരു നല്ലൊരു ഏരിയൽ വ്യൂ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ചൂട് കൂടുന്നുണ്ട്. സമയം ഇപ്പോൾ രാവിലെ
8:45 ആക്ച്വലി വന്നത് മുതലായി. കയറുമ്പോൾ ഉള്ള കുറച്ചൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞ് കിട്ടിയാൽ സ്റ്റാർട്ടിങ്ങിൽ കുറേ പ്രശ്നങ്ങളുള്ളൂ. അവിടെ നിന്ന് കയറി കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ സെറ്റാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ, അവിടെയൊക്കെ ആ കുരിശുമലയുടെ ആ ലെവലിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇവിടെ ഉള്ള എന്താ വെച്ചാൽ ഈ വെയിലുള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റാണ്, നല്ല ഫ്രഷ് എയറാണ്, വലിയ സൗണ്ട് പൊല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമറ്റ് തന്നെയാണ് മെയിൻ ഇവിടുത്തെ രസം. പിന്നെ അതുപോലെ തന്നെ ഈ കാഴ്ചകൾ, ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ, അതും പാറകളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഉണ്ടോ, അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അവിടെ കുറേ നാച്ചുറൽ സൗണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നൊന്നുള്ള എന്താ അറിയോ, ഞാൻ ഈ വീഡിയോക്ക് നമ്മളെ മൈക്കേ യൂസ് ചെയ്തിട്ടില്ല. കാരണം വേറൊരു സൗണ്ട്, ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ മൈക്ക് എന്ന സാധനമേ യൂസ് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് നേരം ഈ സൗണ്ടുകൾ മാത്രം കേട്ടാൽ മതി. നമ്മുടെ നീലട കാണുന്നത്. ഓ ടാസ്ക് പിടിച്ച് കയറേണ്ടി വരും. യെസ്, എന്തോ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. യെസ്, അങ്ങോട്ട് വലിയ കൊക്കയാണ്. ഹിറ്റ് ലിസ്റ്റിലെ, ബക്കറ്റ് ലിസ്റ്റിലെ ആ ഒരു സ്ഥലം ഞാൻ
കൈയടക്കി. ഇനി അടുത്തത് ചെമ്പ്രമലയുണ്ട്, ബാണാസുര മലയുണ്ട്, ഹരിയർ ഫോർട്ടുണ്ട്. ഇതൊക്കെ ഇനി കയറാനുള്ളതാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ വിചാരിച്ചു എന്തായാലും വരണോ, പക്ഷെ രാവിലെ എണീറ്റപ്പോൾ വരണ്ടേ എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഇഷ്ടപ്പെട്ട ട്രക്കിങ്ങിലെ ഒരു സ്ഥലമായി നമ്മുടെ ഈ ഒരു കക്കാടംപൊയിൽ. ഞാൻ അത് അച്ചീവ് ചെയ്തിട്ടാണ്. ഇനിയും ഒരുപാട് ട്രക്കിങ്ങുകൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്തണം. വലിയ കൊക്കയാണ് താഴത്തേക്ക്. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ക്ലിയർ ഉണ്ടാവില്ല, കാരണം സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. ഉണ്ടോ ഇപ്പോൾ ആളുകൾ നമുക്കവിടെ കയറി വരുന്നുണ്ട്. അവിടെ മേലെ ആ സൈഡിലൊക്കെ ആളുകൾ കയറി വരുന്നുണ്ട്. ഇനി തിരിച്ചിറങ്ങണം. പക്ഷേ കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യട്ടെ, കാരണം ആ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഇപ്പോൾ ഈ സൂര്യൻ ഉദിച്ച് വരുന്ന നേരം ആയതുകൊണ്ടാണ്, ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ താഴത്തൊക്കെ ഇറങ്ങി പോകണമെന്നൊക്കെ തോന്നും. പക്ഷെ അവിടെയൊക്കെ ഉണ്ടോ ഫുൾ വേസ്റ്റ് ഇട്ടൊക്കെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഏത് സ്ഥലത്ത് പോയാലും അറ്റ്ലീസ്റ്റ് ആ കുപ്പികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരിച്ച് കൊണ്ടുപോകണം. അതെനിക്ക് പറയാനുള്ളൂ. കാരണം വെറുതെ വന്നാണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ ആ കാലകാലങ്ങൾ അങ്ങനെ അവിടെ കെട്ടി കിടക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ആരും ഉണ്ടാക്കരുത്. കയറിയാൽ സുഖം ഉണ്ടാവില്ല തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കക്കാടംപൊയിലെ വിശേഷങ്ങൾ. ആക്ച്വലി ഞാൻ ഇന്നേ വരെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എവിടെയും നമ്മുടെ മൈക്ക് യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം നമുക്ക് വേറെ സൗണ്ട് പൊല്യൂഷൻ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ക്ലൈമറ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരാണെങ്കിൽ ഒരു 3 ടൈമിൽ വരണം. ഇപ്പോൾ നമ്മളൊരു മഞ്ഞുകാലത്താണ് വന്നുള്ളത്. ഇനി നമ്മളൊരു വേനൽക്കാലത്ത് നല്ല ചൂടുള്ള ടൈമിൽ വരും. അതുപോലെ നല്ലൊരു മഴക്കാലത്ത് ഇവിടെ കുറച്ച് സീനാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. കാരണം ഇതൊക്കെ തന്നെ ലൈഫ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാഴ്ചകൾ കൂടി വരുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 9 മണിയായി. അവിടെ നിന്നൊക്കെ കാണാം മലകളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏതാണ് ഏരിയ അവിടെ റേഞ്ചില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് റൂട്ട് കാര്യങ്ങളൊന്നും നമുക്കൊരു ഐഡിയ പറഞ്ഞു തരാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സൈഡാണ് നമ്മുടെ ഊട്ടി, ആ സൈഡിലേക്കാണ് ആ മലകൾ. നമുക്ക് ആ കാണുന്ന ഒരു ചെറിയ ഇത് കണ്ടപ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയതാണ്, അതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാനിവിടെയൊക്കെ ആ മഞ്ഞ് കൂടിയതുകൊണ്ട് എല്ലാം ആ ഒരു ഓവർ വൈറ്റ് ഷാഡോ വരുന്നുണ്ട്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നമുക്ക് മേഘങ്ങളൊക്കെ മൂടി കിടക്കുന്നതൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞാൻ ആ സൈഡിലൊക്കെ മലകളിപ്പോൾ ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് എക്സ്പ്ലോറിങ് വീഡിയോസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ വീഡിയോസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരിക. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക്കൊക്കെ നിങ്ങൾ കൊണ്ടുവരണ്ടെന്നല്ല. കാരണം വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്, ആവശ്യമാണ്. എന്ന് കരുതി അത് വെള്ളം കുടിച്ചാൽ അത് ഇവിടെ ദയവ് ചെയ്ത് ഇടാൻ നിൽക്കരുത്, അതേ പറയാനുള്ളൂ. കാരണം ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മറ്റു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഡിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.